ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT സംഘത്തിന്റെ ശബരിമലയിലെ പരിശോധന തുടരുന്നു. പമ്പയിൽ അവലോകന യോഗം ചേർന്ന ശേഷമാണ് സംഘം സന്നിധാനത്തെത്തിയത്. ലീഗൽ മെട്രോളജി അസസ്മെന്റ് സംഘവും SITയോടൊപ്പമുണ്ട്. ശ്രീകോവിലിലെ എല്ലാ വശങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. രാവിലെ 11 മണിയോടെയാണ് SIT സംഘം പമ്പയിലേക്ക് എത്തിയത്. ഇവിടെ 1 മണിക്കൂർ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇന്നത്തെയും നാളത്തെയും പരിശോധനയെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം ചെയ്തിരുന്നു. അതിനുശേഷമാണ് സന്നിധാനത്തേക്ക് എത്തിയത്. SIT തലവരായിട്ടുള്ള ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശബരിമലയിൽ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. 1:45 സംഘം ശബരിമലയിലേക്ക് എത്തിയത്. ഇതിനുശേഷം 5 മണിയോടെയാണ് നട തുറന്നത്. നട തുറന്നതിന് ശേഷം വീണ്ടും പരിശോധന ആരംഭിച്ചു. കൃത്യമായ രീതിയിലുള്ള സാമ്പിൾ ശേഖരണം തന്നെയാണ് ഇന്നത്തെ ഈ പരിശോധനയുടെ ലക്ഷ്യം വെക്കുന്നത്. കാരണം ആദ്യം എടുത്ത സാമ്പിളുകളിൽ ആ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ SITക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് SITയെ സംബന്ധിച്ചോളം ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അവർക്ക് വലിയ രീതിയിലേക്കുള്ള പ്രതിരോധം ഉണ്ടാക്കും. വലിയ വിമർശനങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. കാരണം പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകൾക്കും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിലൂടെ സ്വാഭാവികമായി ജാമ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് ഇല്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി, ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. അതിനുശേഷം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഈ പരിശോധന നടത്തിയത്. എന്തായാലും ഇന്ന് രാത്രിയും അതോടൊപ്പം തന്നെ നാളെയും ഈ പരിശോധന നീളാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഈ SIT സംഘത്തിന് പുറമെ ലീഗൽ മെട്രോളജിയുടെ ഒരു സംഘം കൂടി ഇന്നത്തെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നാലും ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴും അന്വേഷണത്തിനെതിരെ ഒരു വലിയ വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ തെളിവ് ശേഖരണം, കൃത്യമായി ശാസ്ത്രീയ തെളിവ് എന്നുള്ള ഒരു രീതിയിലേക്ക് കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ സാമ്പിൾ പരിശോധന നടത്തുന്നത്.